ഒന്നും സംസാരിക്കാൻ എനിക്കില്ല. പിന്നെ ഈ വെയിലും കൊണ്ട് കണ്ണ് കണ്ടുകൂടാ, ചെവി കേട്ടുകൂടാ, ആരുമില്ല 10 രൂപ തരാൻ. ഒരു പെൻഷൻ എഴുതി കൊടുത്തിട്ട് പോലും എനിക്ക് ഗവൺമെൻറ് അത് തന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ വേഷം കെട്ടി ഈ വെയിലത്ത് വന്നിരിക്കണം. കാല് വയ്യ, ഒരു കണ്ണ് കണ്ടുകൂടാ, ഒന്നും പറഞ്ഞാൽ ശരിയാണ്. സാധനം വാങ്ങിക്കാൻ പറഞ്ഞവർ എന്തിനെന്തെങ്കിലും ഒന്ന് പതുക്കെ പറയുമ്പോൾ ഞാൻ എന്തിനെന്ന് കേൾക്കുന്നുമ്പോൾ അവർ തിരിച്ചു ഓടിക്കളായി. അങ്ങനെ ഒരു കച്ചവടവും ഇല്ല. ഇത്രയും നേരമായിട്ട് 20 രൂപ വിറ്റ്. ആരും ഒരു മോഹമുണ്ട്, ഭയങ്കര കുടി. വേറെ ആരും ഇല്ല എനിക്ക്. എൻ്റെ അനിയത്തിമാരുണ്ട്, അവരെ കാര്യം. കാരണം എനിക്ക് ആരുമില്ല സഹായിക്കാൻ. ഗവൺമെൻറ്റുകാരും ഒന്നും തരുന്നില്ല. ഇടപ്പുറം പോകാൻ പറഞ്ഞു എല്ലാ ചിത്രവും. ഒരു 90 പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി. ഇന്നലെ അവരത് വെച്ച് കയറുന്നില്ല. ഇപ്പോൾ ഈ മൊത്തം മൂന്ന് കക്ഷിയും ഒന്നിച്ച് നിൽക്കുന്നില്ലേ? മൂന്ന് ഇതല്ലേ? 55% BJP കാണും. വികസനത്തിന് വേണ്ടി ഒന്നുമില്ല ഇവിടെ. പിണറായി സർക്കാർ 2 വർഷം ഉണ്ടായിട്ടുണ്ട്, ഒന്നുമില്ല. കോൺഗ്രസിന് അടിയും പിടിയും തന്നെ, തമ്മിൽ അടി നടക്കുക. ആഗ്രഹിക്കുന്നില്ല വികസനം. ഇവിടെ വന്ന് എല്ലാ ദിവസവും അവിടെ നിന്ന് വരുന്നുണ്ട്. അത് ചെലവഴിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവരെടുത്ത്. അത് തിരിച്ചല്ല പോകുന്നേ. കൊടുത്തിട്ടല്ലോ, കൊടുത്തിട്ട കാശ് എടുത്ത് ചെലവഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തിനാ ജനനായകം? അതുകൊണ്ട് മൂന്നാമത്തതും പിണറായി വന്നാൽ നമ്മൾ കേരളം നശിപ്പിച്ച് പോകും. 2, കോൺഗ്രസ് വരാൻ പാടില്ല. വന്ന അവർ തന്നെ തമ്മിൽ അടിയാം. 3, BJP 50% വരും. പക്ഷേ ഈ തൊങ്ക് മണ്ഡലവാ കാണും. തൊങ്ക് സീറ്റാ കാണത്തുള്ളൂ. നീ മതിയാ അങ്ങനെ കാണത്തുള്ളൂ. അത്രയേ